ഈ നായരമ്പലം എന്ന് പറഞ്ഞ സ്ഥലം ഒരു ശരിക്കും പറഞ്ഞ ഒരു ഐലൻഡ് ആയിരുന്നു, തുരുത്തുമായൊരു സ്ഥലമായിരുന്നില്ലേ ഇത്? അതെ, വൈപ്പിനാണ് ഐലൻഡ്. നായരമ്പലം ഈ വൈപ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ കാലത്ത് ആ ഒരു സ്ഥലത്തിരുന്നു കൊണ്ടുള്ള അന്ന് കാലം ലോകം അങ്ങനെ കണ്ടിരുന്നത് ശരിക്കും ഐലൻഡ് ആണെങ്കിലും ഞങ്ങൾ ടൗൺ എന്ന് പറഞ്ഞാൽ എറണാകുളത്തേക്ക് പോകുന്നത് ബോട്ട് മാർഗമാണ്. അപ്പോൾ വൈപ്പിൽ നിന്ന് ഒരു അരമണിക്കൂർ ബോട്ടിലൂടെ സഞ്ചരിച്ചാലാണ് എറണാകുളം ടൗണിലെത്തുക. അപ്പോൾ ഈ ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സൗഹൃദങ്ങൾ കിട്ടുന്നത്. ഈ അരമണിക്കൂർ യാത്രക്കിടയിൽ രാഷ്ട്രീയം, സിനിമ, സാഹിത്യം ഇങ്ങനെയുള്ള ചർച്ചകൾ, പുതിയ പുതിയ സുഹൃത്തുക്കൾ, പുതിയ പുതിയ അനുഭവങ്ങൾ. അപ്പോൾ ബോട്ടിൽ തന്നെ ഉണ്ടാകുന്ന പ്രണയങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ബോട്ടിൽ തന്നെ ഉണ്ടാകുന്ന വഴക്കുകൾ കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഈ അരമണിക്കൂർ ഡെയിലി യാത്രക്കിടയിൽ കിട്ടിയിരുന്നു. ചാന്തുപൊട്ട് അതിന് മുമ്പേ മനസ്സിലുണ്ട്. അത് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന എൻ്റെ ഒരു കൂടെ പഠിച്ചൊരു സഹപാഠിയാണ് ചാന്തുപൊട്ടിന്റെ മുഖ്യ ത്രെഡ്. അപ്പോൾ പക്ഷെ ആ കാലത്ത് ഇങ്ങനെ പെട്ടെന്ന് നാടകത്തിനോടും സിനിമയോടൊക്കെ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ. അന്നിപ്പോൾ കോളേജിൽ പോവാ പഠിക്കുക അങ്ങനെ ഒരു ഇതല്ലാതെ ഈ ഒരു കലയോട് ഇത്ര സ്നേഹം തോന്നാനുള്ള കാരണം എന്താ? അത് ഈ 8ാം ക്ലാസ് തൊട്ട് എനിക്ക് നാടകം എഴുതണമെന്നുള്ളൊരു അഭിനിവേശം ഉണ്ടായിരുന്നു. കാരണം ഈ KPSCയുടെയും സൂര്യസ്വാമിയുടെയും കാളിദാസയുടെയും നാടകങ്ങൾ കണ്ടിട്ടുള്ള ഒരു ആവേശം. ആദ്യത്തെ നാടകം എപ്പോഴും എഴുതിയത്? 1988 അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നാണ് നാടകത്തിന്റെ പേര്. അത് ആ വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടി രാജൻ പി ദേവിന്. എനിക്ക് ഒരു 4-5 പ്രൊഫഷണൽ അവാർഡുകളും കിട്ടി. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് ഒരു 10-20 ഭയങ്കര ചെറുപ്പം പ്ലെയർ ആയിട്ടായിരുന്നു താങ്കൾ, ഭയങ്കര ചെറുപ്പക്കാരനായിരുന്നു. അന്ന് എന്നെ നാടകകർത്താന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ലായിരുന്നു. കാരണം കോളേജിൽ പഠിക്കുന്ന ഒരു രൂപവും ഭാവമായിരുന്നു അന്ന്. അപ്പോൾ പലപ്പോഴും ടിക്കറ്റ് വെച്ച് നാടകം കളിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ടിക്കറ്റ് തന്നിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താറുണ്ട് എന്റെ നാടകങ്ങൾ. അപ്പൊ ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ വിശ്വസിക്കില്ല. പിന്നെ അതൊക്കെ തെളിയിച്ചിട്ടൊക്കെയാണ് ഞാൻ അകത്ത് കയറുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നാടക സമയത്ത്, നാടകത്തിന്റെ ആരാധന സമയത്ത് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും രാജൻ പി. എനിക്ക് രാജൻ പി ദേവിനോടാണ് അതിൽ കടപ്പാടും ബഹുമാനവും ഒക്കെ ഉള്ളത്. കാരണം എൻ്റെ ആദ്യ നാടകം വായിച്ച് കേട്ടിട്ട് അത് കൊള്ളാമെന്ന് തോന്നിയെടുക്കുന്നത് രാജേട്ടനാണ്. അപ്പം ഞാനൊരു ഗുരുസ്ഥാനത്ത് കാണുന്ന അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ആകെ വെച്ച ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആ നാടകത്തിൽ എനിക്ക് അഭിനയിക്കുകയും വേണമെന്നുള്ളത്. അപ്പൊ അങ്ങനെ 2-3 കൊല്ലം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചു. അപ്പൊ കേരളം മുഴുവൻ പല വേദികളിൽ അഭിനയിക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ഓഡിയൻസിന്റെ പൾസ് നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അത് ഗുണമായിരുന്നു. ശരി, കൊച്ചി എന്ന് പറഞ്ഞപ്പോൾ കൊച്ചി തട്ടകം ശരിക്കും താങ്കളെ സിനിമയിലും നന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലോലിപോപ്പ് ആണെങ്കിലും ചോട്ടാ മുംബൈ ആണെങ്കിലും ഒക്കെ ആ ഒരു കൊച്ചി ഒരു എഫക്ട് നല്ലോണം. അത് ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ടായിരിക്കാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മറ്റുള്ള സിനിമകൾ നോക്കിയാൽ ഇപ്പോൾ കുഞ്ഞിക്കൂനം കൊച്ചി ബാക്ക്ഗ്രൗണ്ട് അല്ല, കൊച്ചി ബാക്ക്ഗ്രൗണ്ട് അല്ല. തൊമ്മനും മക്കളും ഇത്തിരി ഫ്ലവർ ഉണ്ട് കൊച്ചിയുടെ ആയിട്ട്. പിന്നെ ചാന്തുപൊട്ട് ടിപ്പിക്കൽ ഒരു കൊച്ചിയല്ല. ഫീൽ എന്ന് പറഞ്ഞാൽ കടപ്പുറത്തിന്റെ ഒരു ഭാഷയാണത്. അത് ഇപ്പൊ ചേർത്തല ആ ഭാഗത്തുള്ളതാണ്, കൊച്ചിയല്ല അത് ആക്ച്വലി. പിന്നെ ആകാശഗംഗ കൊച്ചിയല്ല, അതൊരു വളവനാട് സ്റ്റൈലിലുള്ള ഭാഷയും കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ കൊച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഇതുകൊണ്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള ഭാഷയുമാണ് കൊച്ചി. വളരെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു കഥ, സ്വന്തം കുട്ടിയെമാരി സ്നേഹിച്ചിട്ടൊരു കഥ ഒരു സിനിമയാക്കുമ്പോൾ ആ കുട്ടിക്ക് വിചാരിച്ച ഒരു ക്യാരക്ടേഴ്സും ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ചില സീനുകൾക്ക് ഡെപ്ത് കിട്ടിയിട്ടുണ്ട്. ചിലത് നമ്മൾ ഉദ്ദേശിച്ച അത്രയും ഡെപ്ത് കിട്ടാതെ പോയിട്ടുണ്ട് ചില സീൻ. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വളരെ ഒരു മോശപ്പെട്ട വേണ്ടി വന്നിട്ടില്ല. ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ മാറി ഇപ്പോൾ അവർ സ്വയം സിനിമകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കുറഞ്ഞു വരികയാണ്. താങ്കൾക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഡയറക്ഷൻ്റെ ഓഫറുകൾ 10 വർഷം മുമ്പ് തന്നെ എനിക്കുണ്ട്. ഇപ്പോഴും പലരും നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ തൽക്കാലം ഞാൻ ഡയറക്ഷൻ്റെ ഒരു എന്ന് ചെയ്യും എന്ന് തീരുമാനിച്ചിട്ട് ഭാവിയിൽ ചിലപ്പോൾ ചെയ്തേക്കാം. സാധാരണ ഇപ്പോൾ പറഞ്ഞു മറ്റേ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഫ്രണ്ടായിരുന്നു ചാന്തുപൊട്ടിൻ്റെ ആധാരമാണ്. അപ്പോൾ അതൊരു ചില റിയൽ ലൈഫ് ആൾക്കാരും പിന്നെ ചിലപ്പോൾ ഫിക്ഷണൽ ക്യാരക്ടേഴ്സും വന്നു പെടുന്നുണ്ടല്ലോ. ഒരു ഫിക്ഷൻ ക്യാരക്ടർ വരുന്നു, ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ വരുന്നു. താങ്കളുടെ മനസ്സ് ആദ്യം ഒന്നും കൂടി ചകഞ്ഞ കഥയിലേക്ക് പോകാമെന്ന് പറയുന്ന ഏതിനോടായിരിക്കും? റിയൽ ലൈഫിൽ വരുന്നതിനോട്. കാരണം നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കണ്ടിട്ടുള്ള ചില കഥാപാത്രങ്ങൾ മനസ്സിൽ കയറിയിട്ടുള്ളത് അന്നേരം നമ്മൾ അതൊരിക്കലും ഒരു കഥയാക്കണമെന്ന് ചിന്തിക്കാറില്ല. അപ്പോൾ ഈ കാർത്തികേയൻ എന്ന് പറഞ്ഞ സ്ത്രൈണ സ്വഭാവമുള്ള കാർത്തികേയൻ എന്നാണ് സഹപാഠിയുടെ പേര്. അവന്റെ രൂപം മനസ്സിൽ വളരെ യാദൃശ്ചികമായിട്ടാണ്. അത് ഞാൻ പറഞ്ഞില്ല, 1988 നാടകമാണ് ഇത് ആദ്യമായിട്ട് എഴുതുന്നത്, അറബിക്കടൽ അത്ഭുതമുളക്കും. അന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ TV ചാനലുകളേ ഇല്ല. ഇതുപോലെയുള്ള കഥാപാത്രങ്ങളുടെ സ്കിറ്റുകളോ ഒന്നുമില്ല. ഒരു നാടകത്തിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വന്നിട്ടില്ല. ആ സമയത്ത് പെട്ടെന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കടപ്പുറം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കഥ എഴുതണമെന്ന് രാജൻ പി ദേവ് എന്നോട് പറഞ്ഞു. ഇത്ര പറഞ്ഞുള്ളൂ. അപ്പോൾ കടപ്പുറം ബാക്ക്ഗ്രൗണ്ടിൽ ഇനി എന്താണ് അന്ധവിശ്വാസം എന്നുള്ളത് ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. എൻ്റെ ഈ ചെമ്മീനിലെ ഒരു അന്ധവിശ്വാസം പോലെ എന്തെങ്കിലും പുതിയ കോൺസെപ്റ്റ് ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ പുരാണങ്ങൾ വായിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ശിഖണ്ഡി അപശകുനം എന്ന് പറയുന്ന സാധനം മനസ്സിൽ കിടന്നു വെച്ചു. അപ്പോൾ അതും ഇതായിട്ടൊരു കണക്ഷൻ വന്നു. ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ അപശകുനമാണ്. അപ്പോൾ ഒരു ആണും പെണ്ണും കെട്ടവൻ എന്ന് പറയുന്ന ഒരുത്തൻ കടപ്പുറത്ത് ഉണ്ടാവുകയും
അവനൊരു അപശകുനമായിട്ട് കുറച്ച് ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്താൽ ഒരു കഥയല്ലോ എന്ന് വിചാരിച്ചാൽ ആ ചിന്തയാണ് ആദ്യം ഉണ്ടായത്. അങ്ങനെ വന്നു പുറത്തേക്ക്. അപ്പം ആ ചിന്തയിൽ നിന്നാണ് പിന്നെ ഈ രാധ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടാകുന്നത്.